ചിരിക്കാൻ പറ്റണം നമുക്ക്. നമ്മുടെ ഹൃദയം തുറന്നിട്ട് അവിടെ ആർക്കും ചിരിക്കാൻ പറ്റുക? അധികാരങ്ങൾ ഇരുന്നാലൊന്നും ചിരിക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ചോട്ടെ, ഹലോ മോദി അല്ലേ? അതെ, എങ്ങനെയുണ്ട്? നമ്മൾ ഉണ്ടെന്ന് വെച്ചാൽ മനുഷ്യന് സമാധാനം കണ്ടിരിക്കണം. അതെ അതെ, നമ്മൾ വിചാരിക്കുന്നത് വലിയ സ്ഥാനമാനിൽ കയറുന്നത് നമുക്ക് വലിയ സമാധാനം ഉണ്ടാവില്ല. നമ്മൾ സാധാരണക്കാരനെ പോലെ ഇറങ്ങി നടന്നു നോക്കിയാൽ ഭയങ്കര സുഖാണ്. പക്ഷെ എല്ലാവർക്കും സ്ഥാനമാനിൽ കയറിയിരിക്കാൻ ആഗ്രഹം. എന്താ കാര്യം പ്രിയമുള്ളവരെ? നമ്മള് യേശുക്രിസ്തു എങ്ങനെ നടന്നറിയോ? സാധാരണക്കാരുടെ മീൻകാരുടെ കൂടി നടന്നത്. മീൻകാരി ആര്? അങ്ങനെ പറഞ്ഞു നടന്നിരുന്ന ആൾക്കാരുടെ കൂടിയാണ് യേശു ക്രിസ്തു നടന്നത്. MBA പഠിച്ചവരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. യേശു ക്രിസ്തു ഒന്നും എഴുതിയിട്ടില്ല കേട്ടാ. യേശു ക്രിസ്തുവിന് താമസിക്കാൻ വീട് കിട്ടിയില്ല കേട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ കർത്താവിന്റെ ജീവിതം ആലോചിച്ച് നോക്കിയാൽ ഈ ലോകത്തുള്ള ഭൗതികമായി ഒന്നുമില്ലാതെ സാധാരണക്കാരന്റെ കൂടെ. എന്റെ പ്രശ്നമുണ്ടാ? എനിക്കിവിടെ കണ്ണ് കാണാനില്ലാത്തൊരവസ്ഥയുണ്ട്, കാഴ്ചയല്ലേ തരാട്ടാ. എന്ത് രസകരമായിട്ട് ജീവിച്ചു പോയത്. അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. അറിയോ എത്രയോ പേര്, എത്രയോ കിഡ്നി രോഗികളൊക്കെ ഈ തൃശ്ശൂരുണ്ടെന്നറിയോ? 500-ഓളം കിഡ്നി രോഗികളുണ്ട്. എന്നെ വിളിച്ചിട്ട് പറയും, അച്ഛൻ ഞാൻ പറഞ്ഞു കിഡ്നി ഫെഡറേഷനിൽ ഒരു യൂണിറ്റ് ഉണ്ട്, ഡയാലിസിസ് ഫ്രീ ആണ് അവിടെ, വർഷങ്ങളായിട്ട് ഫ്രീ ആണ്. പക്ഷെ ചേട്ടാ എല്ലാവർക്കും കിടക്കാൻ പറ്റുള്ള മിഷ്യൻ വേണ്ട നമുക്ക്. ഞാൻ ബഹറിൽ പോയി ഒരു ചേട്ടൻ, പീറ്റർ എന്നൊരു ചേട്ടൻ പ്രസംഗം കഴിഞ്ഞ പറഞ്ഞു, അച്ഛന് പ്രസംഗം ഇട്ടപ്പോ എനിക്ക് കിഡ്നി തരണമെന്ന് തോന്നുന്നുണ്ട്. തോന്നിയ പോരെ കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ല എനിക്ക് ഭയങ്കര പേടി അച്ഛോ. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? സംഭവം കിഡ്നി ഉണ്ട്, കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പേടിയുണ്ട്, ബൂത്ത് കൂടി ചേരില്ലടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു എൽപ്പൊടി പറഞ്ഞുതരാം. അത് പറയാച്ചൻ വലിയൊരു കിഡ്നി കൊടുത്തോന്ന് പറഞ്ഞു. വലിയ കിഡ്നി? എന്റെ ചെറിയ കിഡ്നി വെച്ചു. അവിടെ വലിയ കിഡ്നി ഡയാലിസിസ് മെഷീൻ എന്ന് പറയുന്നത് വലിയ കിഡ്നിയാ ആണോ? അതെ, ഒരു 6 ലക്ഷം രൂപ വരും. അതാ എന്റെ വകയിൽ നോട്ടാച്ചത്. ആ മെഷീൻ വലിയ കിഡ്നിയാണ് ഇപ്പോ കിഡ്നി ഫെഡറേഷനിൽ ഇരിക്കണത്. ഞാൻ 2 ദിവസം മുമ്പ് പോയപ്പോ ആള് അവിടെ കോതമംഗലത്ത് വന്നപ്പോ എന്റെ കാത്ത് നിൽക്കുക. അച്ഛോ നമ്മുടെ കിഡ്നി എങ്ങനെയുണ്ട്? നമ്മുടെ കിഡ്നി അല്ല, നമ്മുടെ കിഡ്നി ആശുപത്രിയിൽ ഡയാലിസിസ് മെഷീൻ എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, കിഡ്നിക്ക് സുഖം കിട്ടാ പറഞ്ഞു. ആള് പറഞ്ഞത് എനിക്ക് കിഡ്നി കൊടുക്കാൻ പറ്റണില്ല. അപ്പോ ഞാനിത് ഒരു കിഡ്നി ഡയാലിസിസ് മെഷീൻ തന്ന്. അപ്പൊ ഞാൻ പോയപ്പോ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഇത് അപ്പൊ ആൾക്കാര് അവരെ കണ്ടാൽ തുപ്പും, അടിക്കും, കളിയാക്കും ഇല്ലേ? അവരാരാ? അവര് ദൈവം സൃഷ്ടിച്ച മനുഷ്യരാ. ആർക്കും അവരെ ചിന്തിക്കാനുള്ള നേരമില്ല. വല്ല ക്യാൻസർ രോഗികൾക്ക് ആളുണ്ട്, മന്ദബുദ്ധികളെ നോക്കാൻ ആളുണ്ട്, HIV ബാധിച്ചവരെ നോക്കാൻ ആളുണ്ട്. ഇവരാരുമില്ലേ? ഇവരെ നമ്മൾ അടിക്കും, കറപ്പിച്ച് തുപ്പും, പോവാണെന്ന്. ഇവരാരാ? അപ്പനമ്മയ്ക്കും ജനിച്ച മനുഷ്യരവര്. ഞാനതിങ്ങനെ പറഞ്ഞല്ലോ. ക്രിസ്മസ് ആഘോഷം അവരുടെ കൂടെയായിരുന്നു, എൻ്റെ ബർത്ത്ഡേ അവരുടെ കൂടെയായിരുന്നു. അവരുടെ കലാപരിപാടികളായിരുന്നു. അവരുടെ കലാപരിപാടിയിൽ ആൾക്കാർ വെക്കില്ലേ? അവരെ കളിക്കണ പറഞ്ഞു. അവര് ഡാൻസും പാട്ടൊക്കെ പാടി ഹാപ്പി. അവർക്ക് മരുന്ന് കൊടുത്തു, അവർക്ക് ഭക്ഷണത്തിന് ഇട്ട് കൊടുത്തു, അവർക്ക് പുളിമുട്ടില് ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ എന്താ വേണ്ട വെച്ചോ? അവർക്ക് ഒരു 1000 രൂപ ഡ്രസ്സ് വാങ്ങിക്കാനുള്ള ആ ഒരു 100 ഗിഫ്റ്റ് കൂപ്പൺ അവിടെ കൊടുത്തോളം പറഞ്ഞു. 100 ഗിഫ്റ്റ് കൂപ്പൺ തന്നു. 1000 രൂപ വരെ 1000 രൂപ ഗിഫ്റ്റ് കൂപ്പൺ. പുളിമുട്ടില് ഓക്കോ ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോ. ഇത് ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ പീറ്ററുടെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛോ ഒരു കാര്യം ചെയ്യും അച്ഛൻ, അവർക്ക് ഈ കുട നിർമ്മാണം, അതേ കുട നിർമ്മാണം, LED ബൾബ് ഉണ്ടാക്കണം, അതുപോലെ തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, എൻ്റെ വക 1 ലക്ഷം രൂപ ഞാൻ തരാട്ടാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം ഇന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛോ അത് 2 ആക്കിക്കോളാൻ പറഞ്ഞു. 50-50 അതല്ല, ഞാൻ വിചാരിച്ചു 2 ആക്കാൻ, 1 ലക്ഷത്തിന് 2 ആക്കാന്ന് പറയുമ്പോ 50-50 ആക്കാന്ന് വിചാരിച്ച. അതല്ല അച്ഛോ 2 ലക്ഷം ആക്കിക്കോളാൻ. ഓരോരുത്തരും വട്ട് പിടിച്ചൊരു മനുഷ്യരുണ്ടെന്ന്. ഇങ്ങനത്തെ അറിയില്ല പ്രിയമുള്ളവരെ. സന്തോഷം എന്താന്ന് അറിയില്ല നമ്മൾക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ ശരീരത്തിനുണ്ടല്ല സുഖം എന്ന് പറയുന്നത് അനുഭവിക്കാനുള്ള കഴിവില്ല, മനസ്സിനാണ് കഴിവുള്ളോ. ശരീരത്തിലെ നാവ്, നല്ല പാൽപ്പായസം കഴിച്ചിട്ട് നാവ് എഴുന്നേറ്റ് ഭയങ്കര സുഖമുണ്ട് നാവ് പറയോ? പറയില്ല. സിനിമ കണ്ടിട്ട് കണ്ണ് എന്തൊരു സുഖം ബാഹുബലി കണ്ണ് പറയോ? ഇല്ല, മനസ്സാ പറയാ. മനസ്സിനെ സുഖം അനുഭവിക്കാനുള്ള കഴിവുള്ളോ. ഇത് കുറെ എല്ലും മാംസം തോലാണ്. ശരീരത്തിന് സുഖം എന്തെന്ന് അനുഭവിക്കാനുള്ള കഴിവില്ല. മനസ്സിന്റെ സുഖം ഇല്ലെങ്കിൽ എന്ത് കാര്യമുണ്ട്? ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോയി, അന്തോണിയുടെ കഥ പറയാറുണ്ട്. അന്തോണിയുടെ വന്നിരുന്നു. അപ്പൊ ഡോക്ടർ ഇരിക്കേ, പേര് അന്തോണി, വയസ്സ് 74. എന്താ സുഖം? അപ്പൊ അന്തോണിയുടെ ഡോക്ടറിന്റെ മുഖത്തേക്ക് നോക്കി പറയാ, എന്താ സുഖം? അപ്പൊ അന്തോണിട്ട് പറഞ്ഞു, ഒരു സുഖമില്ലേ. അല്ല സുഖം പറയേ, അതന്നെ പറഞ്ഞത്. നമുക്ക് ചീട്ടാ പറ, എന്താ സുഖം? ഒരു സുഖമില്ലേ. അന്തോണിട്ട അസുഖം പറയാ. കിഡ്നിക്ക് വല്ല അസുഖം ഉണ്ടോ?
കിട്ടി കുഴപ്പമില്ല. പിന്നെ തന്റെ അസുഖം തൊട്ടാ ഒരു സുഖമില്ല. എടോ വല്ല തണ്ടൽ പനി ഉണ്ടാ? തണ്ടൽ പനി ഒന്നും ഇല്ല. പിന്നെ തന്റെ അസുഖം എന്താ? ഒരു സുഖമില്ല. അതിനോട് കളിക്കല്ലേ. ആൾക്കാർ പുറത്തു കണ്ട് കാര്യം പറ. എന്റെ അസുഖമാണ് ഞാൻ പറഞ്ഞേ. എന്ത്? ഒരു സുഖമില്ല. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, കാശുണ്ട്, വീടുണ്ട്. പക്ഷെ അസുഖം എന്താ? ഒരു സുഖമില്ല. വല്ല കിഡ്നിക്ക് അസുഖം ഡയാലിസിസ് ചെയ്യായിരുന്നു ചങ്ങാതി. വല്ല ക്യാൻസർ വന്നാൽ കീമോ ചെയ്ത് രക്ഷപ്പെടായിരുന്നു. അന്തോണിട്ടന്റെ അസുഖം വരാണ്ടിരിക്കാൻ നോക്കിക്കോളോട്ടെ. എന്തുട്ടാ സുഖം അന്തോണിട്ടന്റെ? എന്തുട്ടാ സുഖം പറഞ്ഞോ. ഇപ്പൊ നിങ്ങൾ ആ സുഖത്തിൽ ഇരിക്കണ പോലെ ഇരിപ്പ് ഒന്ന് പറഞ്ഞടാ വേണമെങ്കിൽ. അല്ലാണ്ട് എന്താ സുഖം? അങ്ങനെയില്ലെന്ന്. ഒരു സുഖമില്ല. അങ്ങനെ പറയണം. ഏത്? ഒരു സുഖമില്ല. അത്തണ് ഈ തൃശ്ശൂർക്ക് എന്തൊരാൾക്കാരെ അങ്ങനെ വീട്ടിലിരിക്കണെന്നറിയാം. എന്താ സുഖം? ഒരു സുഖമില്ലേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അച്ഛനായാലും ഈ അസുഖം വരാൻ പാടില്ല എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇരിക്കണേ. എനിക്ക് കിഡ്നിക്ക് അസുഖം വന്നോട്ട്, ക്യാൻസർ വന്നോട്ടെ, പക്ഷെ ഈ അസുഖം വരരുത്. അസുഖം അന്നുകൊണ്ട് എന്റെ അസുഖം എന്താ സാധനം? അത് മടിച്ചു. അങ്ങനെയല്ലെന്ന്. ഒരു സുഖമില്ലേ. ഏത്? ഒരു സുഖമില്ലേ. അതുകൊണ്ട് ഞാൻ ഈ തൃശ്ശൂര് ആക്സിഡന്റ് ഓഫീസിന്റെ മുമ്പില് അവിടെ കപ്പലണ്ടിക്കാരനുണ്ട്, ലോൻപേട്ടൻ. ലോൻപേട്ടാ എങ്ങനെയുണ്ട് കാര്യം? അപ്പോ ലോണ്ട് പറഞ്ഞു, ഉഷാറാണോ? അതെ, 350 പൊതി കപ്പലണ്ടി പോയി. കപ്പലണ്ടി വിൽക്കുന്ന ആൾക്ക് കപ്പലണ്ടി പൊതി കൊടുക്കല്ലേ? എങ്ങനെയുണ്ട്? ഉഷാറ. ഇന്നതൊക്കെ സംഭവം ക്ലീൻ. 350 പൊതി കപ്പലണ്ടി പോയി. ക്ലിങ് ക്ലിങ്. അടിയിലൊരു മണിയുണ്ട് വണ്ടിയിലെ. ക്ലിങ് ക്ലിങ് അടിച്ചിട്ട് ആള് വീട്ടിൽ പോണ് ഹാപ്പി ആയിട്ട്. അപ്പൊ ലോനപ്പേട്ടന് ഹാപ്പിയായി. കുറച്ച് കഴിയുമ്പോ ഞാൻ ഒരു ജോസനുണ്ട്. ജോസടാ അതിനുണ്ട് ഇന്നത്തെ ഒന്നും ശരിയായില്ല. 500 പവൻ സ്വർണം പോയി. ഒന്നായിട്ടില്ലേ? 500 പവൻ സ്വർണം പോയിട്ട് അങ്ങൊരു നിരാശനായിട്ട് പോകുന്നു. 350 പൊതി കപ്പലണ്ടി പോയിട്ട് ഇയാള് ഹാപ്പി ആയിട്ട് പോകണം. അല്ല, ഞാൻ ആലോചിക്കണ്, നിങ്ങൾക്ക് ആരാ വേണ്ടേ? ജോസേട്ടനാണോ ലോനപ്പേട്ടനാണോ? ആരാ വേണ്ടേ? മിണ്ടില്ല, എനിക്കറിയാം. പ്രിയമുള്ളവരെ, ഈ ബൈബിൾ പറയുന്നത് നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം. വലുതായത് പോയതാണ് പ്രശ്നം. നമ്മളെന്തോ വലിയ ആളാന്ന് വിചാരിക്കുമ്പോൾ ഈ സുഖക്കേടൊക്കെ ഉണ്ടാവണത്. ലോനപ്പേട്ടനാ വന്ന് നോക്കിയോട്ടെ. അത് കഴിഞ്ഞിട്ട് കപ്പലണ്ടി വിൽക്കാനൊന്നും പോണ്ട. ഞാൻ കപ്പലണ്ടി വിറ്റണ്ടേ. 350 പൊതി അതിൽ വിറ്റത്. ഞാൻ 30 കിലോ കപ്പലണ്ടി വിറ്റു. 30 പൊതി കപ്പലണ്ടി വിറ്റു. പഴഞ്ഞി പെരുന്നാൾ വന്നപ്പോ ഞാൻ ആ കിഡ്നി രോഗിനോട് എവിടെ ഇരിക്കാന്ന് പറഞ്ഞു. കപ്പലണ്ടി പോരിച്ചങ്ങടെ കപ്പലണ്ടി. അന്നാണ് കപ്പലണ്ടി വിൽക്കാൻ പഠിച്ചത്. 330 കിലോ രാത്രി 7 മണി തൊട്ട് 10 മണി വരെ നിന്നിട്ട് അങ്ങോട്ട് പൊരിച്ചു. ഇവിടെ ഒരു 50 ബാൻഡസ് ഇട്ടിട്ട് പൊരിക്കിനിട്ടിട്ട് പൊട്ടിച്ചടിക്കണ്. ഞാൻ കപ്പലണ്ടി 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 കപ്പലണ്ടി. ഇതെന്താ അച്ഛ കപ്പലണ്ടി വന്നേ ഫ്രീ ഉണ്ട്. കപ്പലണ്ടി ഫ്രീ ആണ്, എടുത്തോളൂ. ഇയാളോട് നിൽക്കണ്ടിട്ടാ. 1 ലക്ഷം രൂപ കിട്ടാണ്ട് ഞാൻ ഈ കപ്പലണ്ടി കച്ചവടം നിർത്തില്ല കേട്ടാന്ന് പറഞ്ഞു. 10 രൂപ നിർത്തി. എണ്ണാൻ പറഞ്ഞു ബക്കറ്റ്. 1,04,000 രൂപ. ഞാൻ പോട്ടേട്ടാ കാശ് അങ്ങോട്ട് കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ ജീവിതം കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അവനവന്റെ സുഖവും, ശരീരസുഖം, നമ്മുടെ ശരീരസുഖം, നമ്മുടെ വസ്ത്രസുഖം, നമ്മുടെ അധികാരസുഖം, ഇതിലൊന്നും സുഖല്ലേ. നാം ഒരു മനുഷ്യന്റെ മുഖത്ത് ഒരല്പമെങ്കിലും പുഞ്ചിരി വിരിയിക്കാൻ സാധിച്ചാൽ മരിച്ചോട്ടെ. താൻ കുറെ ദേഷ്യപ്പെട്ട് കുറെ ആൾക്കാരുടെ അവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്ത് വിഷമിപ്പിച്ചിട്ട് മരിച്ചു മുമ്പ് എന്തുണ്ട്? ഒരാളുടെ മുഖത്തെങ്കിലും അല്പം പുഞ്ചിരി വിരിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജീവിതം എന്തിനാണ്?